സൗജന്യ യാത്ര തുടങ്ങി വെച്ചത് നിങ്ങൾ, പരിഹസിക്കുന്നതും നിങ്ങൾ. ബസ്സിൽ പോകാൻ കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. സർ, ഇത് അധിക്ഷേപമല്ലേ? ഒരമ്മ കടം വാങ്ങിയും കൂലിപ്പണി ചെയ്തും സ്വകാര്യ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കുന്നത് ആഡംബരം കൊണ്ടല്ല, സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെ കുറവും അടിസ്ഥാന സൗകര്യമില്ലായ്മയും കാരണമാണ്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അസുഖം വന്ന് സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കുന്നതും അഭിമാനം കൊണ്ടല്ല, സ്വകാര്യ ആശുപത്രിയിലെ ഒരു ദിവസത്തെ ബിൽ പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. ആ അവസ്ഥ ഉണ്ടാക്കിയതാരാണ്? 4 അക്കവും 5 അക്കവും ശമ്പളം വാങ്ങുന്ന ചിലർ ഈ ബസ്സിൽ തിരക്ക് കൂട്ടുന്നുണ്ട് എന്നതും സത്യമായിരിക്കാം. എന്നാൽ സൗജന്യ യാത്ര എന്ന പദ്ധതി തീരുമാനിച്ച് നടപ്പിലാക്കിയത് നിങ്ങളല്ലേ? ഏതെങ്കിലും സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടാണോ? എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര, എവിടെ വേണേലും ടൂർ പോകാം എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിച്ചതും നിങ്ങൾ തന്നെ. അന്ന് യോഗ്യതാ മാനദണ്ഡം വേണമെന്ന് പറഞ്ഞവരെ നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ പദ്ധതി താളം തെറ്റിയപ്പോൾ മുഴുവൻ കുറ്റവും സാധാരണ സ്ത്രീകളുടെ തലയിൽ കെട്ടിവെക്കുന്നു. കല്യാണത്തിന് വിളിച്ചിട്ട് തിന്നു കഴിയുമ്പോൾ നക്കികളെ എന്ന് പറയുന്ന പോലെയുണ്ട് ഈ നിലപാട്. സൗജന്യ യാത്ര പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് പകരം അതിന് യോഗ്യതാ മാനദണ്ഡം കൊണ്ടുവരാം. വരുമാന പരിധി, പ്രായപരിധി, ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കൽ, ഇങ്ങനെ. അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്ന പണം സ്ത്രീകൾക്ക് നേരിട്ട് നൽകുന്ന 1000 രൂപ 2000 ആക്കി കൂട്ടിക്കൊടുക്കാം. അത് അർഹരായ സ്ത്രീകൾക്ക് നേരിട്ട് ഉപകാരപ്പെടും, സർക്കാരിനും ലാഭമാകും. കൂടാതെ KSRTCയുടെ സർവീസ് നന്നാക്കണം. ബസിന്റെ കുറവ്, ടൈം പാലിക്കാത്തത്, ഇതാണ് യഥാർത്ഥ പ്രശ്നം. അത് പരിഹരിക്കാതെ ജനത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രിക്ക് സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. പക്ഷേ നികുതി കൊടുക്കുന്ന സാധാരണ സ്ത്രീക്ക് സൗജന്യ ബസ് യാത്ര കിട്ടിയാൽ ചൊറിച്ചിലാണ്. സർക്കാർ സ്കൂളുകളിൽ നിന്നിറങ്ങുന്ന കുട്ടികൾക്ക് പോലും മത്സര പരീക്ഷകൾക്ക് കിടപിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സിലബസും അധ്യാപന രീതിയും കാലത്തിനൊപ്പം പോകുന്നില്ല. സർക്കാർ ജോലി എന്ന് പറയുന്നത് 10% ആളുകൾക്ക് പോലും സ്വപ്നമാണ്. ജനത്തെ പരിഹസിക്കുന്നതിന് പകരം അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അതാണ് ഒരു മന്ത്രിയുടെ ജോലി. ജനമാണ് യജമാനൻ, മന്ത്രിമാരല്ല.